ഭാഗം 4. ഇത് വളരെ ഭദ്രമായ രഹസ്യമൊന്നും ആയിരുന്നില്ല. കണ്ടില്ല, കേട്ടില്ല, അങ്ങനെ പോയി സംഭവം. ഇവിടെ വേണമെങ്കിൽ ഒരു ഉയർന്ന പീഠത്തിലിരുന്ന് സദാചാരത്തെപ്പറ്റിയും സംസ്കാരത്തെപ്പറ്റിയും ഉഗ്രൻ പ്രസംഗങ്ങൾ നടത്താം. വാ തോരാതെ ഉപദേശിക്കാം. ചുമ്മാ പോ. എന്നാൽ സർവഗുണ സമ്പൂർണനായ ഹേ മഹാത്മാവേ, ഞങ്ങൾ കാമക്രോധികളുള്ള വെറും മനുഷ്യരാണ്. വളരെ ബലഹീനതകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളോട് കരുണ കാണിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഹേ ആൺ പെൺ ആകർഷണത. മറക്കല്ലേ, ആകർഷണം. ദൈവത്തിൻ്റെ ദിവ്യമായ സഹാനുഭൂതിയോടെ വേണം നിങ്ങൾ ഞങ്ങളെ നോക്കാൻ. നോക്കി, എല്ലാവരും നോക്കി. എന്നാൽ കുശാണ്ടവാടൻ ഇവിടെ നല്ല ഒരു ബിസിനസ് കണ്ടു. ആ തുളയിലൂടെ നോക്കുന്നതിന് ഒരു ചെറിയ നികുതി ചുമത്തി. ഒരാൾക്ക് ഒരണ എന്ന് വെച്ചാൽ 6 പൈസ. ഇവിടെ പാവപ്പെട്ടവനും പണക്കാരനുമുണ്ട്. പാവങ്ങൾ എന്തു ചെയ്യും? ലൈംഗിക ദാഹം സമം. എൻ്റെ ക്ലാസ്മേറ്റ് പറഞ്ഞു, വാർഡറെ, ഇത് ശരിയല്ല. ശരിയല്ലെങ്കിൽ ഞാൻ ഈ തുള അടച്ചു കളയും. കുശാണ്ടവാർഡർ ഭീഷണിപ്പെടുത്തി. തന്നെയുമല്ല, സിമൻ്റ് ഇട്ട് കുശാണ്ടവാർഡർ ആ തുള ക്രൂരതയോടെ അടച്ചു കളഞ്ഞു. സ്ത്രീയുടെയും പുരുഷൻ്റെയും ചോര ഒഴിച്ചല്ല ആ സിമൻ്റ് കുഴച്ചത്. എങ്കിലും ശിരസ് കുനിച്ച് ആ സിമൻ്റിട്ട ഭാഗം ഞാൻ മണപ്പിച്ചു നോക്കി. പെണ്ണിൻ്റെ മണമുണ്ടോ? 4.5 കൊല്ലവും 36 അടിയും എൻ്റെ ക്ലാസ്മേറ്റിന് കിട്ടിയത് അങ്ങനെയാണ്. സന്തോഷത്തോടെ ഞങ്ങൾ പച്ചക്കറിത്തോട്ടം നിർമ്മിച്ചു. എൻ്റെ ജയിൽ ഭാഗം ശൂന്യം. ഞാനും ഉറക്കം തൂങ്ങുന്ന ഒരു വാർഡറും മാത്രം. ഒരു വലിയ മതിൽക്കെട്ടിനുള്ളിൽ ഞാൻ മാത്രം. രാവിലെ പച്ചക്കറിത്തോട്ടം നനയ്ക്കാൻ 2-3 പേർ വരും. ഒരു പ്രത്യേക വാർഡറുടെ അകമ്പടിയോടെ ഞാൻ ചുമ്മാ നടക്കും. തകർന്നടിഞ്ഞ മഹാനഗരത്തിൻ്റെ ഏകാന്തമായ തെരുവീഥികളിലൂടെ എന്ന പോലെ മ്ലാനത, എങ്ങും നിശബ്ദത. ഞാൻ നടന്നു പോകുമ്പോൾ ഇടയ്ക്ക് നിന്നു പോകും. ഈ നിശബ്ദത ഘനീഭവിക്കാൻ പോകുകയാണോ? ഞാൻ ചൂള കുത്തും. ചെടികളോടും വൃക്ഷങ്ങളോടും വർത്തമാനം പറയും. അവിടെ ഒരുപാട് അണ്ണാനുണ്ട്. ഒന്നിനെ പിടിച്ച് വളർത്തുക തന്നെ എന്ന് ഞാൻ തീരുമാനിച്ചു. ഇട്ടോടിച്ച് മരത്തിൽ കയറ്റും. എന്നിട്ട് എറിഞ്ഞു വീഴിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ദിവസം പെൺ ജയിലിൻ്റെ മതിലിനരികിലൂടെ ചൂള കുത്തിക്കൊണ്ട് തനിച്ചങ്ങനെ നടക്കുമ്പോൾ ഒരു സ്വർഗീയ നാദം. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മനോഹരമായ ശബ്ദം. മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് പെൺ ജയിലിൻ്റെ വക ഒരു ചോദ്യം. ആരാ അവിടെ ചൂളയടിക്കുന്ന? പെട്ടെന്ന് സുഗന്ധവും പ്രകാശവും പരന്നതുപോലെ. അത്ഭുതം! ആൺജയിലിൽ നിന്നല്ല. എനിക്ക് രോമാഞ്ചം ഉണ്ടായി. ഞാൻ തിക്കും പോക്കും നോക്കി. എന്നിട്ട് ധൈര്യത്തോടെ പറഞ്ഞു, ഞാനാണ്. ഞാൻ ആകെ ഇളകി. പെണ്ണ്! കുറെ ഉച്ചത്തിൽ തന്നെ വേണം വർത്തമാനം പറയാൻ. അവൾ മതിലിൻ്റെ അപ്പുറത്തുനിന്ന്, ഞാൻ ഇപ്പുറത്ത്. അവൾ ചോദിച്ചു, പേരെന്താ? ഞാൻ പേര് പറഞ്ഞു കൊടുത്തു. ശിക്ഷയുടെ കാലാവധി, എൻ്റെ തൊഴിൽ, ഞാൻ എഴുതിയതായ രാജദ്രോഹ കുറ്റം, എല്ലാം. അവളും ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെപ്പറ്റി പറഞ്ഞു. അവളുടെ സുന്ദരമായ പേര് നാരായണി. അവളുടെ സുന്ദരമായ വയസ്സ് 22. അവൾക്ക് എഴുതാനും വായിക്കാനും അറിയാം. ശകലം വിദ്യാഭ്യാസമുണ്ട്. 14 വർഷത്തേക്കാണ് കഠിന തടവ്. വന്നിട്ട് 1 കൊല്ലമായി. സന്തോഷമില്ലാത്തൊരു കൊല്ലം. ഞാൻ പറഞ്ഞു, നാരായണി, നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. അങ്ങനെയാണോ? കുറേ നേരത്തെ നിശബ്ദത. എന്നിട്ട് നാരായണി ചോദിച്ചു, എനിക്ക് ഒരു റോസാച്ചെടി തരുമോ? ഞാൻ ചോദിച്ചു, നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? നാരായണി പറഞ്ഞു, ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? അവൾ പറയുന്നത് കേട്ടോ, രഹസ്യങ്ങളൊന്നുമില്ലെന്ന്. എനിക്ക് പെൺ ജയിലിനെ പറ്റി എന്തറിയാം? അവിടെയുള്ള സ്ത്രീകളെപ്പറ്റി എന്തറിയാം? നാരായണി വീണ്ടും ചോദിച്ചു, ഒരു റോസാച്ചെടി തരില്ലേ? നാരായണി,
ഞാൻ ഹൃദയം പറഞ്ഞു പോകുന്ന ശക്തിയോടെ ഉച്ചത്തിൽ കൂകി. ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും നാരായണിക്ക് ഞാൻ തരും. നാരായണി ചിരിച്ചു. അനേകായിരം ചെറിയ തങ്കമണികൾ കിലുങ്ങുന്ന വണ്ണം. അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം നൂറായിരം ചെറു കഷ്ണങ്ങളായി ചിതറിപ്പോയതുപോലെ. അവൾ പറഞ്ഞു, ഒന്ന് മതി, ഒരെണ്ണം മതി, തരുമോ? അവൾ ചോദിക്കുന്നത് കേട്ടോ, ഒരെണ്ണം തരുമോ എന്ന്. നാരായണി എന്താ ചെയ്യുക? കെട്ടിപ്പിടിച്ച് ഞെരിച്ച് ഉമ്മ വെച്ച് ശ്വാസം മുട്ടിച്ച് കളയണം, പിന്നല്ലാതെ. നാരായണി, ഞാൻ വിളിച്ചു പറഞ്ഞു. അവിടെ തന്നെ നിൽക്ക്, ഒന്നിപ്പോൾ കൊണ്ടുവരാം കേട്ടോ. നാരായണി പറഞ്ഞു, കേട്ടോ. ഞാൻ ഓടി. അപ്പോൾ എന്നെ കണ്ട അണ്ണാറക്കണ്ണന്മാരെല്ലാം ഓടി മരങ്ങളിൽ കയറി. ഞാൻ പറഞ്ഞു, എന്തടെ ബടുക്കൂസുകളെ ഓടി മരത്തിൽ കയറണം? നാണമില്ല ചുമ്മാ, ഇറങ്ങി ഇവിടെയെല്ലാം നടക്കടേ. എന്നിട്ട് ഓടി പനിനീർ തോട്ടത്തിൽ ചെന്നു. അത്ഭുതം! പൂവുകളെല്ലാം പുതു മന്ദഹാസത്തോടെ വെയിൽ കുളിച്ചു നിൽക്കുന്നു. ഏറ്റവും ഭംഗിയും വളരെയധികം കമ്പുകളുമുള്ള ഒരു റോസാ ചെടി വേര് പൊട്ടിക്കാതെ ചേര മാതിരി ചുറ്റും മണ്ണു നിർത്തിയെടുത്തു. ചുവട് ഒരു ചാക്കിൻ കഷ്ണത്തിൽ ഭദ്രമായി വരിഞ്ഞു കെട്ടി. ചില്ലകൾ എല്ലാം ഒതുക്കി കെട്ടി. എന്നിട്ട് ഓടി മതിലിനടുത്ത് ചെന്നു. നാരായണി, ഞാൻ വിളിച്ചു. ആരും വിളി കേട്ടില്ല. അവൾ പോയോ? എടീ നാരായണി, ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ ഒരു ചിരി കേട്ടു. എന്തോ? ഞാൻ ചോദിച്ചു. ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട്? ഞാൻ മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി! അവൾ ചിരിച്ചു. അവൾ ചോദിച്ചു, റോസാ ചെടി കൊണ്ടുവന്നോ? ഞാൻ മിണ്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചുംബിക്കുകയായിരുന്നു. ഓരോ പനിനീർ പൂവിലും, ഓരോ മുട്ടിലും, ഓരോ തളിരിലും നാരായണി എൻ്റെ പേര് പറഞ്ഞു വിളിച്ചു. ഞാൻ മിണ്ടിയില്ല. ഞാൻ ചുംബിക്കുകയായിരുന്നു, ഓരോ മുള്ളിലും, ഓരോ കമ്പിലും. പിന്നെയും നാരായണി ഉത്കണ്ഠയോടെ എൻ്റെ പേര് പറഞ്ഞു വിളിച്ചു. ഞാൻ വിളി കേട്ടു. അപ്പോൾ നാരായണി പരിഭ്രമത്തോടെ പറഞ്ഞു, ദൈവത്തിനെ ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ. ഞാൻ ചോദിച്ചു, വിളിച്ചിരുന്നെങ്കിൽ? അവൾ ചോദിച്ചു. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ? അവൾ പറഞ്ഞു. ദൈവം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. അതുവോ? ഞാൻ ചോദിച്ചു. അതുവോ? ഞാൻ പറഞ്ഞു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം, നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ. ഞാൻ വിളിച്ചിട്ട് എന്തേ പിന്നെ ഇത്രയും നേരം വിളി കേൾക്കാഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലിലോ? അല്ല, പിന്നെ? ഓരോ റോസാപ്പൂവിലും, ഓരോ കമ്പിലും, ഓരോ ഇലയിലും. നാരായണി പറഞ്ഞു. ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. ഞാൻ വിളിച്ചു. നാരായണി, എന്തോ? ചുവട്ടിലെ കെട്ടഴിക്കരുത്. ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വയ്ക്കുക. എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. കേട്ടു. ഞാൻ പറഞ്ഞു. എന്നാൽ ദാ വരുന്നു. കൂട്ടിക്കെട്ടിയ ശിഖരത്തിൽ പിടിച്ച് ആഞ്ഞു പൊക്കി വൻ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടുകൊടുത്തു. കിട്ടിയോ? ദൈവമേ, ഒരു മഹാസാമ്രാജ്യം കിട്ടിയ സന്തോഷത്തോടെ നാരായണി പറഞ്ഞു. കിട്ടി! ഞാൻ പറഞ്ഞു. കമ്പുകളിലെ കെട്ടുകൾ അഴിക്കണം. അഴിക്കാം. ഞാൻ പൂക്കളെല്ലാം നുള്ളി എടുത്തു വെക്കാൻ പോവുകയാണ്. എവിടെ? മുടിക്കെട്ടിലോ? അല്ല, പിന്നെ ഹൃദയത്തിനുള്ളിൽ, എൻ്റെ ബ്ലൗസിനുള്ളിൽ. അതിൽ എൻ്റെ ചുംബനങ്ങളുണ്ട്. ഞാൻ മതിൽ ചാരി നിന്നു. മതിലിനെ ഞാൻ പതുക്കെ തലോടി. നാരായണി പറഞ്ഞു, ഞാൻ നട്ട് വെള്ളം ഒഴിച്ചിട്ട് വരാം. എപ്പോഴും മതിലിൻ്റെ മുകളിൽ നോക്കണം. ഞാൻ വരുമ്പോൾ ഒരു ഉണങ്ങിയ കമ്പ്
എപ്പോഴും മതിലിന് മുകളിലേക്കിടും. കണ്ടാൽ വരുമോ? വരും. ഒരു കരച്ചിൽ മാതിരി. എൻ്റെ ദൈവമേ! എന്താ നാരായണി? നാരായണി പറഞ്ഞു, എനിക്ക് കരയാൻ തോന്നുന്നു. ഞാൻ ചോദിച്ചു, കാരണം എന്ത്? നാരായണി പറഞ്ഞു, അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, നാരായണി പോയി കുഴിച്ചിട്ടിട്ട് വരൂ, ഞാൻ ഉണക്കക്കമ്പിടും. ഞാൻ അത് നോക്കിയിരിക്കും. കണ്ടാൽ വരുമോ? വരും. ഞാൻ എൻ്റെ ലോക്കപ്പിൽ ചെന്നു. വൃത്തികേടിൻ്റെ കശ ഞാൻ അതെല്ലാം തൂത്തുവാരി വെടുപ്പാക്കി. കിടക്ക വളരെ കാലമായിട്ട് ശരിക്കൊന്ന് കുടഞ്ഞു വിരിച്ചു. ലോക്കപ്പിനകം ആകെ ഒരു ചിട്ടയും ചന്തവും ഒക്കെ വരുത്തി. എന്നിട്ട് ദൂരെ മതിലിന് മുകളിലായി ആകാശത്തേക്ക് നോക്കിയിരുപ്പായി. ഉണങ്ങിയ കമ്പ് ഉയരുന്നത് കാണുന്നില്ല. ദൈവമേ! നാരായണി, എൻ്റെ കാര്യം മറന്നുപോയോ? ഉണങ്ങിയ കമ്പ് ആകാശത്തിൽ ഉയരുകയില്ല എന്ന് വിചാരിച്ചപ്പോൾ പ്രപഞ്ചമേ, സുന്ദരമായ ഒരു കാഴ്ച! ഉണങ്ങിയ കമ്പ് ആകാശത്തേക്ക് ഉയരുന്നു. ഞാൻ അനങ്ങിയില്ല. കമ്പ് പിന്നെയും ഉയർന്നു. ഞാൻ അനങ്ങിയില്ല. കമ്പ് പിന്നെയും ഉയർന്നു. ഞാൻ അനങ്ങി. പിന്നെ എണീറ്റ് ഓടിപ്പാഞ്ഞു ചെന്നു. അണ്ണാറക്കണ്ണന്മാർ അനേകം പേർ മരങ്ങളിൽ പ്രാണഭീതിയോടെ പാഞ്ഞു കയറി എന്നെ കണക്കിന് പുലഭ്യം പറഞ്ഞു. ഞാൻ വിളിച്ചു, നാരായണി. മതിലിൻ്റെ അപ്പുറം നിശബ്ദം. ഞാൻ വീണ്ടും വിളിച്ചു. ഒടുവിൽ അവൾ ദേഷ്യത്തോടെ വിളിക്കിട്ടു, എന്താ എന്താ വേണ്ടത്? ഓ, നാരായണി പറഞ്ഞു, പിന്നല്ലാതെ കമ്പെറിഞ്ഞു കൈൻ്റെ കുഴ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, ഞാൻ തടവി ശരിപ്പെടുത്താം. അവൾ പറഞ്ഞു, എന്നാക്കായി തടവി ശരിപ്പെടുത്തി ഞാൻ മതിലിൽ കൊള്ളിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ മതിലിൽ തടവുന്നുണ്ട്, ചുംബിക്കുന്നുമുണ്ട്. അവൾ പറഞ്ഞു, ഞാൻ മതിലിൽ അമർത്തി ചുംബിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നാരായണി, അവിടെ എത്ര സ്ത്രീകളുണ്ട്? നാരായണി ചിരിച്ചു. അവൾ പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ. കള്ളി പെണ്ണേ, നേര് പറയൂ, എത്ര എണ്ണമുണ്ട്? കുറേ എണ്ണമുണ്ട്. എല്ലാം പടുകിഴവികളാണ്. എത്ര? 87. സുന്ദരികൾ എത്ര, കിഴവികൾ എത്ര? നാരായണി പറഞ്ഞു, ഒരു സുന്ദരിയും 86 പടുകിഴവികളും. ഞാൻ തോറ്റു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജയിലിൽ റോസാച്ചെടികളില്ലേ? ഇല്ല. നാരായണി പറഞ്ഞു, ഒന്നുമില്ല. ഞാനേ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, കേൾക്കുന്നുണ്ട്. നാളെ ബജറ വറുത്ത് പൊടിച്ചത് ഒരു സഞ്ചിയിലാക്കി ഇട്ടുതരാം. ചക്കര ചേർത്തു തിന്നണം. തിന്നു. ഇല്ല. നാരായണി തീർത്തു പറഞ്ഞു, വലിച്ചെറിഞ്ഞു കളയും. ഞാനോ? ഞാൻ ചോദിച്ചു. ഒരു തരി പോലും കളയുകയില്ല. നാരായണി ചോദിച്ചു, മുഖം എങ്ങനെ? ഒരു ശകലം നീണ്ടു വെളുത്തതാണ്. മുടി ക്രോപ്പ് ചെയ്തിരിക്കുന്നു. ലേശം കഷണ്ടിയുണ്ട്. കണ്ണുകൾ? ഞാൻ പറഞ്ഞു, ഒരു മാതിരി ചെറിയ ആനക്കണ്ണ്. നാരായണി പറഞ്ഞു, എൻ്റേത് വലിയ ആനക്കണ്ണുകളാണ്. നെഞ്ച് കുറച്ച് വിരിഞ്ഞതാണ്. നാരായണി പറഞ്ഞു, എൻ്റെ നെഞ്ചും വിരിഞ്ഞതാണ്. അരക്കെട്ട്? ഞാൻ പറഞ്ഞു, എൻ്റെ അരക്കെട്ട് ഒതുങ്ങിയതാണ്. നാരായണി പറഞ്ഞു, എൻ്റെ അരക്കെട്ട് എങ്ങനെയാണെന്നോ? പറയാൻ മനസ്സില്ല. ഞാൻ പറഞ്ഞു, വീപ്പക്കുറ്റി പോലത്തെ. നാരായണി ചെറുതായെന്ന് അലറി. അവൾ പറഞ്ഞു, എനിക്ക് മാന്തി പൊളിച്ച് കടിച്ചു കീറാൻ തോന്നുന്നുണ്ട്. നാരായണി, എന്തോ? നിറമെന്ത്? എവിടത്തെ? സുന്ദരമായ നിന്റെ മുഖത്തിൻ്റെ. കുറച്ച് വെളുത്തതാണ്. ഞാൻ വിളിച്ചു, നാരായണി, എന്തോ? പെണ്ണിൻ്റെ മണം എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പോഴോ? അയ്യോ! ഞാൻ പറഞ്ഞു, ഇപ്പോഴല്ല, ഞാൻ ഈ ജയിലിൽ വന്ന് കയറി ഇങ്ങ് വരുമ്പോൾ. നാരായണി ചോദിച്ചു, അതെവിടുന്ന്? എൻ്റേതായിരിക്കുമോ? എനിക്കത് അറിഞ്ഞുകൂടാ. അവൾ പറഞ്ഞു, ആൺ ശരീരത്തിൻ്റെ മണം അവിടുത്തെ മണം എങ്ങനെയായിരിക്കും?